നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. LDF-നും UDF-നും നിർണായകമായ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ രാഷ്ട്രീയ കാറ്റിന്റെ ഗതി വിശകലനം ചെയ്തുള്ള ഇലക്ഷൻ ഹെറാൾഡിന്റെ യാത്ര തുടരുകയാണ്. 6 മണ്ഡലങ്ങളാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ മേൽക്കൈ ഇക്കുറിയും LDF-ന് നിലനിർത്താനാവുമോ? UDF മുന്നേറ്റമുണ്ടാക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കും? ജില്ലയിൽ BJP അക്കൗണ്ട് തുറക്കുമോ? നോക്കാം വിശദമായി. ഓരോ മണ്ഡലങ്ങളിലെയും സാഹചര്യം ഇഴകീറി പരിശോധിക്കാൻ കോഴിക്കോട്ട് നിന്ന് ന്യൂസ് എഡിറ്റർ പ്രസാദ് ഉടുമ്പശ്ശേരിയും റിസർച്ച് ഡെസ്കിൽ നിന്ന് അസോസിയേറ്റ് എഡിറ്റർ PP പ്രശാന്തും നമുക്കൊപ്പം ചേരുന്നു. ഇരുവർക്കും ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ പോകുന്ന മണ്ഡലം തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ തൃത്താല മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ CPIM-നും കോൺഗ്രസിനും ഇടം കൊടുത്ത രാഷ്ട്രീയ മനസ്സാണ് തൃത്താലയ്ക്കുള്ളത്. തൃത്താല തിരിച്ചു പിടിക്കുമെന്ന വാശിയോടെയായിരുന്നു 2021 CPIM പോരിനിറങ്ങിയത്. ഫലം വന്നപ്പോൾ കോൺഗ്രസിന്റെ VT ബൽറാമിനെതിരെ 3000 വോട്ടുകൾക്ക് MP രാജേഷ് വിജയിച്ചു. അദ്ദേഹം പിന്നീട് സ്പീക്കറും മന്ത്രിയുമായി. ദേശീയതലത്തിലടക്കം ശ്രദ്ധേയമായ പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കിയത് വരുന്ന തെരഞ്ഞെടുപ്പിൽ തുണയ്ക്കുമെന്ന് CPIM കരുതുകയാണ്. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണത്തെ പോരായ്മ നികത്തി ഒരിക്കൽ കൂടി വെന്നിക്കൊടി പാറിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. നമുക്ക് തൃത്താല അസംബ്ലി മണ്ഡലത്തിന്റെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, കാർഡ് പ്ലീസ്. 2021 VT ബൽറാമാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. 66,798 69,814 വോട്ടുകളാണ് അവിടെ സമാഹരിച്ചിരിക്കുന്നത്. VT ബൽറാമാണ് UDF-നായി മത്സരിച്ചിരിക്കുന്നത്. 66,798 വോട്ടുകൾ VT ബൽറാമിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. BJP-യുടെ സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് ആയിരുന്നു. അദ്ദേഹത്തിന് 12,851 വോട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ LDF-ഉം UDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. ഭൂരിപക്ഷം 3016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ MP രാജേഷ് ജയിച്ചു കയറുന്നത്. ഇനി നേരെ നമ്മൾ തൃത്താല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തൃത്താല വരുന്നത്. അവിടെ അബ്ദുസമദ് സമദാനിയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് അന്ന് മത്സരിച്ചിരുന്നത്. 59,820 വോട്ടുകളാണ് അവിടെ സമാഹരിച്ചിരിക്കുന്നത്. KS ഹംസ CPM-നായി മത്സരിച്ചു. അദ്ദേഹം 50,617. അഡ്വക്കേറ്റ് നിവേദിതയാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അവർക്ക് 26,162 വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃത്താലയിലെ അവിടെ നിന്നും നേടിയ വോട്ടുകളുടെ കണക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് തൃത്താല എന്നാണ് പരിശോധിക്കുന്നത്. അവിടുത്തെ ആദ്യം പഞ്ചായത്തുകൾ 5 UDF-നൊപ്പം നിൽക്കുമ്പോൾ LDF-നൊപ്പം 3 പഞ്ചായത്തുകളാണ് നിന്നിട്ടുള്ളത്. തൃത്താല വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തുകൾ ആർക്കൊക്കെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതിൽ UDF-നൊപ്പം ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി LDF-നൊപ്പം നിൽക്കുന്നു. മറ്റ് 3 പഞ്ചായത്തുകളും UDF-നൊപ്പം നിൽക്കുന്നു. പരുതൂർ LDF-നൊപ്പം, പട്ടിത്തറ UDF-നൊപ്പം, തിരുമിറ്റക്കോട് LDF-നൊപ്പം, തൃത്താല UDF-നൊപ്പം നിൽക്കുന്നു. ഇതാണ് 2025 കണക്കുകൾ. ഇനി തൃത്താല മണ്ഡലത്തിലെ ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ചിത്രമെന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പോകുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ്. ശ്രീ പ്രസാദ്, തൃത്താലയിലെ രാഷ്ട്രീയ കാറ്റും മണ്ഡല മനസ്സും മികച്ച സ്ഥാനാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3016 വോട്ടാണ് MP രാജേഷിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അതിനു മുൻപ് സുബൈദ ഇഷാഖ് നിന്നപ്പോൾ 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു VT ബൽറാമിന്. അതിനു മുൻപ് മമ്മുക്കുട്ടി നിന്നപ്പോൾ 3000-ൽ പരം വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് രാജേഷും ബൽറാമും നേർക്കുനേർ വരുന്നത്. അപ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയല്ലേ ആദ്യ പരിഗണനയായി മുന്നണികൾ തന്നെ ഇവിടെ കാണേണ്ടത്. കാരണം മികച്ച സ്ഥാനാർത്ഥികൾ തമ്മിൽ മികച്ച മത്സരം വരുന്നു. ഈ വോട്ട് ഭൂരിപക്ഷം എന്നുള്ളത് കുറഞ്ഞു വരികയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കില്ലേ ആദ്യ പരിഗണനാ വിഷയമായി മുന്നണികൾക്കും വരേണ്ടത്? പ്രസാദ്. ശ്യാമിലി, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായിട്ട് തൃത്താല മണ്ഡലം മാറും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ അത് അങ്ങനെ തന്നെയായിരുന്നു. MP രാജേഷും VT ബൽറാമും, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് VT ബൽറാമും അതുപോലെ തന്നെ CPM ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് MP രാജേഷും മത്സരിക്കുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷത്തെ സസ്പെൻസ്. വളരെ കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു കഴിഞ്ഞ തവണ MP രാജേഷ് വിജയിച്ചത്. അന്ന് MP രാജേഷ് വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ടേമായി, അതായത് 10 വർഷമായി ആ മണ്ഡലത്തിൽ തൃത്താല മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന VT ബൽറാമിനെയായിരുന്നു MP രാജേഷിന് നേരിടേണ്ടി വന്നത്. പക്ഷേ ഇപ്പം
ആ സാഹചര്യം മാറിയിട്ടുണ്ട്. സാഹചര്യം മാറുകയെന്ന് വെച്ചാൽ VT ബൽറാം എം പി രാജേഷ് നിൽക്കുമ്പോൾ എം പി രാജേഷ് 5 വർഷമായി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ആദ്യം സ്പീക്കറാകുകയും പിന്നെ മന്ത്രിയാവുകയൊക്കെ ചെയ്ത് ആ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഘട്ടത്തിലാണ്. അങ്ങനെയുള്ള എം പി രാജേഷിനെയാണ് ഇനി VT ബൽറാമിന് നേരിടാനുള്ളത്. കഴിഞ്ഞ തവണ എം പി രാജേഷിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ VT ബൽറാമിൻ്റെ പരാജയവും ചർച്ചയായിരുന്നു. അന്ന് VT ബൽറാം പരാജയപ്പെടാനുണ്ടായിരുന്ന ഒരു കാരണങ്ങളിൽ ഒന്നായി പറഞ്ഞിരുന്നത് കോൺഗ്രസിന് സ്വാധീനമുണ്ടായിരുന്ന ആനക്കര പോലെയുള്ള പഞ്ചായത്തുകളിൽ അവർ ചില അടിവലികൾ, അവിടെ ഗ്രൂപ്പിസം, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃത്താല. അപ്പോൾ അതെല്ലാമായിരുന്നു VT ബൽറാമിന് തിരിച്ചടിയായി മാറിയത് എന്നൊരു ചർച്ച വളരെയധികം വന്നിരുന്നു. പിന്നെ മണ്ഡലത്തിനുണ്ടായിരുന്ന കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾ അവിടെ അന്ന് നിലനിന്നിരുന്നു. ഇതിപ്പോൾ അതെല്ലാം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ LDFന് പറയാനുണ്ട്, എം പി രാജേഷിന് പറയാനുണ്ട്. VT ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മണ്ഡലത്തിൽ കാരനാണ്. വളരെ സജീവമായി തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും UDFന് തന്നെയായിരുന്നു, പൊന്നാനി മണ്ഡലത്തിൻ്റെ ഭാഗമാണത്, UDFനായിരുന്നു മേൽക്കൈ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും UDFന് തന്നെയാണ് മേൽക്കൈ. അപ്പം ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എം പി രാജേഷും VT ബൽറാമും ഒരു തീ പാറുന്ന പോരാട്ടം തന്നെ നമുക്കവിടെ പ്രതീക്ഷിക്കാം. രണ്ടുപേർക്കും അവരുടേതായ നേട്ടങ്ങളുണ്ട്, അവരുടേതായ പ്രശ്നങ്ങൾ. ഇപ്പം കോൺഗ്രസിന് നേരെ എപ്പോഴും തൃത്താല മണ്ഡലത്തിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ മുൻ DCC പ്രസിഡന്റായിരുന്ന CB ബാലചന്ദ്രൻ, അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിലായിരുന്നു VT ബൽറാം അവിടെ വരികയും 2 ടൈം അവിടെ നിൽക്കുന്നു, 3ാമത്തെ ടൈമിൽ VT ബൽറാം പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ അത്തരം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അത് കോൺഗ്രസ് മനസ്സുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എം പി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. മന്ത്രി എന്ന നിലയിലും അദ്ദേഹം സ്പീക്കറായിരുന്ന സമയത്തൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3000-ലേറെ വോട്ടിന് മാത്രമാണ് എം പി രാജേഷ് വിജയിച്ചത്. അപ്പം ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ തൃത്താല മാറും. UDFനും LDFനും രണ്ടുപേർക്കും ഒരുപോലെ ആത്മവിശ്വാസം വെച്ച് പുലർത്താൻ കഴിയുന്ന തരത്തിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ശരി പ്രസാദ്, അപ്പോൾ ആരോഗ്യമുള്ള തൃത്താലയെ വീണ്ടെടുക്കാം എന്ന പേരിലാണ് ബൽറാമിൻ്റെ നിലവിൽ അവിടുത്തെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും മണ്ഡലത്തിൽ സജീവമാകുന്ന കാഴ്ചയും തന്നെയാണ് നമ്മൾ കാണുന്നത്. ശ്രീ പ്രശാന്ത്, ഇരുവരുമാണ് മത്സരിക്കുന്നതെങ്കിൽ സത്യത്തിൽ സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന മത്സരമാകും അവിടെ നടക്കുക. ഒരു പ്രസാദ് ഇപ്പോൾ പറയുന്നുണ്ട് ഒരു കോൺഗ്രസ് അനുകൂല സ്വഭാവം അവിടെ ഉണ്ട്, എങ്കിലും ഇടത് അനുഭവം കൂടി പ്രകടമാക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഈ തൃത്താല എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷത്തിന് വീണ്ടും ജയിച്ചു കയറാവുന്ന ഒരു കാലാവസ്ഥ നിലവിൽ അവിടെ ഉണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ ചായ്വുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമോ മറ്റോ ഉണ്ടായാൽ തീർച്ചയായും വലതിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞ പോലെ വികസനത്തിൻ്റെ വിസിലാണോ അല്ലെങ്കിൽ വികസനം തന്നെ ആണോ ഭരണവിരുദ്ധ വികാരമാണോ നിർണ്ണയിക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നത്. ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ VT ബൽറാമിന് അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും. അത്രമാത്രം നെക്ക് ടു നെക്ക് മത്സരമാണ് അവിടെ നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നേരത്തെ തന്നെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട പൊളിച്ച് VT ബൽറാം വന്നത് തന്നെ ഒരു ചെറിയ ഒരു അവസാന റൗണ്ട് നമുക്കറിയാം. VT ബൽറാം വന്നതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരത്തിൽ നാഗലശ്ശേരി മണ്ഡലം തന്നെയായിരുന്നു VT ബൽറാമിനെ അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെയാണ് ശരിക്കും എം പി രാജേഷിനെ തുണച്ചിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയാണ് നമുക്ക് തദ്ദേശ വാർഡുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വളരെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണുള്ളത്. 3016 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു എം പി രാജേഷിനുള്ളത്. സ്വാഭാവികമായിട്ട് ഇതൊരു വളരെ നെക്ക് ടു നെക്ക് മത്സരമാണ്, ഒന്നും പ്രവചനാതീതമാണ് എന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ശരി, ഇനി നമ്മൾ നേരെ നെന്മാറയിലേക്കാണ് പോകുന്നത്. നെന്മാറയിലേക്ക് പോകുമ്പോൾ നെന്മാറയെക്കുറിച്ച് ആദ്യം ഒരു ആമുഖമായി നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകർക്കായി 2008 മണ്ഡല പുനർനിർണയത്തിലൂടെയാണ് നെന്മാറ മണ്ഡലം
രൂപീകൃതമായിരിക്കുന്നത്. അതിനു മുൻപ് കൊല്ലങ്കോട് നിയമസഭാ മണ്ഡലമായിരുന്നു അത്. കൊല്ലങ്കോട് മണ്ഡലമായിരുന്നപ്പോൾ കോൺഗ്രസ് 2 തവണ അവിടെ വിജയിച്ചിട്ടുണ്ട്. 2011 ആദ്യ തെരഞ്ഞെടുപ്പ് തൊട്ട് CPIഎമ്മിൻ്റെ ഇളക്കം തട്ടാത്ത ഒരു കോട്ടയാണ് നെന്മാറ എന്ന് പറയുന്നത്. പ്രതിപക്ഷത്ത് കോൺഗ്രസ് CMPയിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കാൻ ധാരണയായത് മത്സരം കടുക്കുമെന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. നമുക്ക് എന്തായാലും നെന്മാറ അസംബ്ലി മണ്ഡലത്തിലെ 2021 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ആരൊക്കെയാണ് അവിടെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കാം. കെ ബാബു ആണ് CPMനാണ് അവിടെ നിലവിൽ MLA ആയിരിക്കുന്നത്. അദ്ദേഹമാണ് ജയിച്ചു കയറിയത്. അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് എന്ന് പറയുന്നത് കെ ബാബു CPMനായി മത്സരിച്ചപ്പോൾ 80,145 വോട്ടുകളാണ് അവിടെ നേടിയിരിക്കുന്നത്. 52.89% വോട്ട് അവിടെ സമാഹരിക്കാനായിട്ടുണ്ട്. മറ്റൊന്ന് CMPയുടെ സ്ഥാനാർത്ഥി CN വിജയകൃഷ്ണൻ UDFനായി മത്സരിച്ചിരിക്കുന്നു. അദ്ദേഹം 51,441 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. AN അനുരാഗാണ് BDJSനായി മത്സരിച്ചിരിക്കുന്നത്. അത് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് 16,666 വോട്ടുകളാണ് അവിടെ നിന്നും നേടാനായത്. 28,704 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് അവിടെ കെ ബാബു, CPIഎമ്മിൻ്റെ കെ ബാബു അവിടെ മത്സരിച്ച് ജയിച്ചു കയറിയത്. ഇതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ ലോക്സഭ പരിശോധിക്കുകയാണെങ്കിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഈ നെന്മാറ വരുന്നത്. നമുക്കറിയാം ആലത്തൂർ അന്ന് മത്സരിച്ചിരിക്കുന്നത് രമ്യ ഹരിദാസ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 56,768 വോട്ടുകളാണ് രമ്യ ഹരിദാസ് നേടിയത്. 40.07% അത്രയും വോട്ടുകൾ അവരവിടെ നിന്ന് നേടിയിട്ടുണ്ട്. മറ്റൊന്ന് കെ രാധാകൃഷ്ണനായിരുന്നു, CPIഎമ്മിൻ്റെ മുതിർന്ന നേതാവായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത് ലോക്സഭയിൽ. അദ്ദേഹത്തിന് 55,451 വോട്ടുകളാണ് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞത്. BJPക്കായി TN സരസു മത്സരിച്ചു. അവർക്ക് 26,867 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. 1,317 വോട്ടിൻ്റെ ലീഡാണ് രമ്യ ഈ മണ്ഡലത്തിൽ നിന്നും എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ UDF 4 പഞ്ചായത്തുകൾ UDFനൊപ്പവും LDFനൊപ്പം 6 പഞ്ചായത്തുകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാവുന്ന കണക്കുകൾ. അതിൽ തന്നെ ഏതൊക്കെ പഞ്ചായത്തുകൾ LDFനോ UDFനോ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ എലവഞ്ചേരി, കൊടുവായൂർ, കൊല്ലങ്കോട്, മുതലമട, നെല്ലിയാമ്പതി ഈ പഞ്ചായത്തുകളൊക്കെ LDFനൊപ്പം നിൽക്കുന്നു. ഒപ്പം UDFനൊപ്പം നിൽക്കുന്നത് നെന്മാറ, അയിലൂർ, പുതുനഗരം, വടവന്നൂർ ഈ പഞ്ചായത്തുകൾ UDFനൊപ്പം നിൽക്കുന്നു. പല്ലശനയും ഒപ്പം LDFനൊപ്പമാണ് നിൽക്കുന്നത്. ഇതാണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം നെന്മാറയെ സംബന്ധിച്ച്. ഇനി നെന്മാറയെപ്പറ്റി ഈ വർഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണമെന്ന് വീണ്ടും നമ്മൾ പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രസാദ്, ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള ഇളക്കം തട്ടാത്ത CPIഎമ്മിൻ്റെ കോട്ട തന്നെയാണ് നെന്മാറ. പക്ഷേ ഒരു ചെറുതെങ്കിലും ഒരു വിജയസാധ്യത UDF ഇത്തവണ കാണുന്നുണ്ട്. അത്തരം കണക്കുകൂട്ടലൊക്കെ അവർക്കുണ്ട്. ജയസാധ്യതയുള്ള ഒരു മണ്ഡലം നൽകുകയാണെങ്കിൽ നെന്മാറ വിട്ടു നൽകാൻ CMP തയ്യാറുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ CMPയിൽ നിന്ന് മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്താൽ അത് എത്ര കണ്ട് ഗുണം ചെയ്യും? ഒരു ചലനം ഉണ്ടാക്കാൻ അങ്ങനെയെങ്കിൽ കഴിയുമോ? ഷാമിലി, ഈ നെന്മാറ മണ്ഡലം നേരത്തെ ഷാമിലി പറഞ്ഞതുപോലെ അത് കൊല്ലങ്കോട് മണ്ഡലമാണ് പിന്നീട് നെന്മാറ മണ്ഡലമായി മാറിയത്. കൊല്ലങ്കോട് ആയ സമയത്താണെങ്കിലും നെന്മാറ ആയ സമയത്താണെങ്കിലും ഇടതുപക്ഷത്തിന് തന്നെയാണ് അവിടെ ഒരു വലിയ മുൻതൂക്കമുള്ളത്. ഇപ്പം കഴിഞ്ഞ തവണ CMP ആണ് മത്സരിച്ചത്. അത് ഇത്തവണ കോൺഗ്രസ് അത് ഏറ്റെടുക്കും. മിക്കവാറും കോൺഗ്രസ് തന്നെയാണ് അവിടെ മത്സരിക്കുക എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് മത്സരിച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ളൊരു മത്സരം കാഴ്ചവെക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അവിടെ ഈ കോൺഗ്രസിനെ അലട്ടുന്ന ഒരു പ്രശ്നം ഈ മറ്റ് മണ്ഡലങ്ങളിലുള്ളതിനെ പോലെയല്ല. നെന്മാറ മണ്ഡലത്തിൽ കോൺഗ്രസ് സംഘടനാപരമായി അല്പം പുറകിൽ നിൽക്കുന്ന, ശക്തി കുറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പല സ്ഥലങ്ങളിലും അവരുടെ ആളുകൾ കുറവാണ്, സംഘടനാ ശേഷി കുറവാണ്. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനകത്തുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. LDFനെ സംബന്ധിച്ചിടത്തോളം, CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആണെങ്കിലും LDFന് തന്നെയാണ് അവിടെ മുൻതൂക്കം വന്നിട്ടുള്ളത്. അവിടെ വോട്ടിൻ്റെ കണക്ക് വരികയാണെങ്കിൽ 10,000-ന്റെ മുകളിൽ ലീഡ് അവിടെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 28,000 വോട്ടിൻ്റെ ലീഡുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രമ്യ ഹരിദാസ് നിൽക്കുന്ന സമയത്ത് 1000-ലേറെ വോട്ടിൻ്റെ ലീഡ് അവർക്ക് വന്നിട്ടുള്ളത്. പക്ഷേ പിന്നീട് അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ 2 ഡിവിഷനുകളിൽ കോൺഗ്രസിന് നേരിട്ട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. പിന്നീട് അവിടുത്തെ സ്ഥാനാർത്ഥി ആരാണ്, UDFന്റെ സ്ഥാനാർത്ഥി ആരാകും, കോൺഗ്രസിൽ നിന്ന് ആരാണ് മത്സരിക്കുക എന്നുള്ളത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ പേര് ഉയർന്നു വരുന്നുണ്ട്. എ തങ്കപ്പനാണെങ്കിലും കോൺഗ്രസിന്റെ മറ്റാരെങ്കിലും ആണെങ്കിലും കോൺഗ്രസ് എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ ഇപ്പോൾ KA ചന്ദ്രനൊക്കെ ഉള്ള സമയത്ത് കൊല്ലങ്കോടിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ നല്ലൊരു പോരാട്ടം നടത്തേണ്ടതുണ്ട്. ഈ സംഘടനാ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമാണ് നെന്മാറ മണ്ഡലത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു തരംഗം ഉണ്ടായാൽ പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന വിലയിരുത്തലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ ലീഡ് വന്നിട്ടുള്ള മണ്ഡലങ്ങളാണ് നെന്മാറ എന്ന് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ലീഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കോൺഗ്രസ് ആണ് അവിടെ ശക്തമായ രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ, ദൗർബല്യങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. നല്ലൊരു മത്സരം അങ്ങനെ കാഴ്ചവെക്കാം. പക്ഷേ ഇടതുപക്ഷത്തിനാണ് ഒരു അല്പം മുൻതൂക്കം നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാണാൻ കഴിയുക. ശരി, ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് അവരുടെ ദൗർലഭ്യങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ എന്നുള്ളതാണല്ലോ. അത് നേരത്തെ ഇവിടെ CP ജോൺ മത്സരിക്കുമെന്നൊക്കെയായിരുന്നു അഭ്യൂഹമുണ്ടായിരുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ പേര് തിരുവനന്തപുരം സെൻട്രലിലാണ് ഉയർന്നു കേൾക്കുന്നത്. എന്താവും മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം? എന്ത് നമ്മൾ പ്രതീക്ഷിക്കണം പ്രശാന്ത്? ാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് ഒരു ആഗ്രഹമുണ്ട് DCC പ്രസിഡന്റ് എ തങ്കപ്പന്. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പറയുന്നത് KC പ്രീത്, DCCയുടെ ജനറൽ സെക്രട്ടറിയുള്ള KC പ്രീത് എന്നുള്ള സാധ്യതയൊക്കെയാണ് മുൻതൂക്കം എന്നുള്ള രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു സമ്മർദ്ദം വരുന്നുണ്ടെന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നെന്മാറയിൽ K ബാബു എന്നുള്ളൊരു ഘടകമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ടുള്ള. അതായത് K ബാബു മാറിയാൽ ആ മണ്ഡലം കൈവിടുമോ എന്നുള്ള ആശങ്ക പാർട്ടിക്കുള്ളിലും അവിടെ നിന്നുള്ള പ്രാദേശിക നേതൃത്വം ഉന്നയിച്ചിരുന്നു. പക്ഷേ LDFൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറിയുള്ള K പ്രേമനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരുമ്പോൾ അത് എത്രമാത്രം K ബാബുവിൻ്റെ ആ കുറവ് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു ആശങ്ക പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് CMP നേരത്തെ മത്സരിച്ചിരുന്നതാണ്. അവർക്ക് അവരിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അതിൽ പുറമെ BDJS എന്നുള്ള ഘടകമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അതിൽ നിന്ന് BJPയുടെ ഒരു സ്ഥാനാർത്ഥി വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരം വളരെ കടുക്കുമെന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 52% കൂടുതൽ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ബാബുവിന് കിട്ടിയിരുന്നു. അത് അത്രമാത്രം കിട്ടുമോ, അല്ലെങ്കിൽ മത്സരത്തെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇതിലും പ്രതിഫലിക്കുക. ശരി, നെന്മാറയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഉണ്ടായത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചിറ്റൂർ മണ്ഡലത്തിലേക്കാണ്. ചിറ്റൂർ മണ്ഡലത്തെക്കുറിച്ചൊരു ആമുഖമായി പ്രേക്ഷകർക്കായി പറയുകയാണെങ്കിൽ, ചരിത്രത്തിലൂടെ നടന്നാൽ ഇടവേളകളിൽ ചിറ്റൂരുകാരുടെ രാഷ്ട്രീയ മനസ്സ് ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം ചാഞ്ഞിട്ടുണ്ട്. 1996 മുതൽ 2 പതിറ്റാണ്ട് കോൺഗ്രസ് നേതാവ് K അച്യുതൻ വിജയിച്ച മണ്ഡലം കഴിഞ്ഞ 10 വർഷമായി ജനതാദൾ എസിൻ്റെ കയ്യിലാണ്. മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് നിലവിലെ MLA. ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം നെല്ല് സംഭരണത്തിലെ പോരായ്മകളടക്കം വോട്ടാക്കി മാറ്റാനൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു ശ്രമം. കൃഷ്ണൻകുട്ടിയുടെ ജനകീയതയിലും ഭരണ നേട്ടങ്ങളിലുമൊക്കെ LDF ആത്മവിശ്വാസവുമുണ്ട്. LDFന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പുതിയ പാർട്ടിയായാണ് JDS ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ഇനി നമ്മൾ പതിവ് പോലെ ചിറ്റൂർ അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവിടുത്തെ വോട്ടിംഗ് നില എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ K കൃഷ്ണൻകുട്ടിയാണ് അവിടെ മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 84,672 വോട്ടുകളാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. സുമേഷ് അച്യുതനായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്, UDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 50,794 വോട്ടുകൾ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് BJP സ്ഥാനാർത്ഥി V നടേശനായിരുന്നു. അദ്ദേഹത്തിന് 14,458 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 33,878 എന്നുള്ള വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് K കൃഷ്ണൻകുട്ടി അവിടെ നിന്നും വിജയിച്ച് കയറിയത്. ഇതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണ് ചിറ്റൂർ മണ്ഡലവും വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രമ്യ ഹരിദാസാണ് മത്സരിച്ചിരുന്നത്. അവർക്ക് 56,844 വോട്ടുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. K രാധാകൃഷ്ണൻ 55,372 വോട്ടുകൾ നേടുകയുണ്ടായി. TN സരസു 24,157 വോട്ടുകളും നേടി. മറ്റൊന്ന്, നേരെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ,
ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി UDF-നൊപ്പമാണ് നിൽക്കുന്നത്. UDF-ൻ്റെ കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ UDF-ൽ 19, LDF-ന് 6, മറ്റുള്ളവർ 5. 2020 പക്ഷേ ഇത് LDF-നൊപ്പമായിരുന്നു നിന്നിരുന്നത്. മറ്റൊന്ന് നമ്മൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പം പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതിൽ LDF-നൊപ്പം 5, UDF-നൊപ്പം 3 പഞ്ചായത്തുകളുമാണ് നിൽക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകൾ കൊഴിഞ്ഞമ്പാറ, അത് UDF-നൊപ്പമായിരുന്നു. വടകരപ്പതി, അത് UDF-നൊപ്പമായിരുന്നു. LDF-നൊപ്പമുള്ളതിൽ എരുത്തേമ്പതി, പെരുമാട്ടി, നല്ലേപ്പിള്ളി, പെരുവെമ്പ്, പട്ടഞ്ചേരി UDF-നൊപ്പം, പൊൽപ്പുള്ളി, ഇത്രയും അധികം LDF-നൊപ്പം നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊഴിഞ്ഞമ്പാറ, പട്ടഞ്ചേരി, വടകരപ്പതി ഇവയാണ് UDF-നൊപ്പം നിൽക്കുന്നത്. മറ്റുള്ളവ LDF-നൊപ്പവും നിൽക്കുന്നു. ഇതാണ് 2025 ഒരു അവിടുത്തെ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം. ഇനി വീണ്ടും ഇതിൻ്റെ വിശകലനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസാദ് ഉടുമ്പശ്ശേരി തന്നെയാണ് ആദ്യം പോകുന്നത്. പ്രസാദ്, ചിറ്റൂർ ഒരു പൊളിറ്റിക്കലി സൗണ്ടഡായി മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളാണോ? അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞ ചരിത്രം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് ചില കണക്കൂട്ടലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈവിട്ടു പോയ ചിറ്റൂർ നഗരസഭ അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു വലിയ സൂചനയാണോ? അപ്പോഴും വലിയ ഭൂരിപക്ഷം മറികടക്കുക എന്നൊന്നുണ്ട് അവിടെ. എന്താണ് തോന്നുന്നത്? ശ്യാമിലി, ഇത്തവണ ചിറ്റൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഇത്തവണ മത്സരത്തിനില്ല എന്നുള്ളതാണ്. പകരം മത്സരിക്കുക അഡ്വക്കേറ്റ് വി മുരുകദാസ് ആണ്. മുരുകദാസ് അവരുടെ ISJDയുടെ പ്രധാനപ്പെട്ട യുവ നേതാവാണ്. അദ്ദേഹമാണ് മത്സരിക്കുക. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ചില്ല, അവർ പാർട്ടിയിൽ തീരുമാനമായി കഴിഞ്ഞു. പിന്നെയുള്ളത് മറുവശത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുള്ള മുൻ MLA കെ അച്യുതൻ്റെ മകനായ സുമേഷ് അച്യുതനാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അച്യുതൻ 2 പതിറ്റാണ്ടോളം കാലം അവിടെ മണ്ഡലത്തിലെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് അവിടെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം കോൺഗ്രസിൻ്റെ ഒരു അഭിമാന മണ്ഡലമാണ്, അവർക്ക് ജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ഇത്തവണ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാറി മുരുകദാസ് വരുന്നതോടുകൂടി തന്നെ ഒരു നല്ല ഫൈറ്റ്, രണ്ട് യുവാക്കൾ തമ്മിലുള്ള ഒരു അതിശക്തമായ ഒരു മത്സരം ആ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒരു സസ്പെൻസ് ആയിട്ട് വരാൻ പോകുന്നത്. രണ്ടു കൂട്ടർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ ചിറ്റൂർ നഗരസഭ കഴിഞ്ഞ തവണയാണ്, അതായത് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് നഗരസഭ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ തവണയായിരുന്നു, 2020 അത് അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പിന്നീട് അവരുടെ നേരത്തെ പറഞ്ഞ വടകരപ്പതി പോലെയുള്ള പഞ്ചായത്ത് അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവർക്ക് ആത്മവിശ്വാസത്തിന് പറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ ആ മണ്ഡലത്തിൽ അവർക്കുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് പൊതുവെ നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും 6735 വോട്ടുകളുടെ ലീഡ് അവിടെ ചിറ്റൂർ മണ്ഡലത്തിൽ നിലവിൽ LDF-നുണ്ട്. അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല. UDF ആണ് ചെറിയ ലീഡ്, വളരെ കുറഞ്ഞ ലീഡാണുള്ളത്. പിന്നെ സർക്കാർ ചെയ്തിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ, ആ ചിറ്റൂർ മണ്ഡലത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമായിരുന്നു. അത് ഒരുവിധം പരിഹരിക്കാൻ ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ കുടിവെള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ അവിടെ ജലസേചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതെല്ലാം ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് LDF-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. അപ്പോൾ അവർക്ക് ഈ മണ്ഡലം നിലനിർത്താൻ കഴിയും, എല്ലാ അർത്ഥത്തിലും നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് അവർ കരുതുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചു പിടിക്കാം എന്നൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മൾ പൊതുവെ വിലയിരുത്തുമ്പോൾ അവർ അല്പം മേൽക്കൈ ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒറ്റ നോട്ടത്തിൽ അത് LDF-നാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. UDF-ന് അവർക്ക് അവരുടെ നഗരസഭ തിരിച്ചു പിടിച്ചിട്ടുണ്ട്, ചില പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പിന്നീട് അവിടുത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയല്ല ഇത്തവണ മത്സരത്തിന് ഇറങ്ങുക, മുരുകദാസാണ് മത്സരത്തിന് ഇറങ്ങുക. അപ്പം അതെല്ലാം അവർക്ക് അനുകൂല ഘടകമായി ഒരു മാറ്റിയെടുക്കാനുള്ള എല്ലാവിധ ഇതുകൊണ്ട് അവിടെ. പിന്നെ ഈ ചിറ്റൂർ മണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത് അവിടെ ഈ തർക്കം കോൺഗ്രസും സത്യത്തിൽ ജനതാദളും തമ്മിലേക്കാൾ കൂടുതൽ CPM-ഉം ജനതാദളും തമ്മിൽ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അവർ മുന്നണിക്കകത്തുള്ള പാർട്ടികളാണെങ്കിൽ പോലും തർക്കങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് CPM-ഉം ജനതാദളും തമ്മിലാണ്. അതൊക്കെ ഒരുപാട് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരാൾ, കൃഷ്ണൻകുട്ടി മാറി മറ്റൊരാൾ വരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി, ഇപ്പോൾ കൃഷ്ണൻകുട്ടിക്കുള്ള അത്ര സ്വാധീനം മുരുകദാസിനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് ഇവർക്കൊരു അവസരമാണ്, തിരിച്ചു പിടിക്കാൻ ഒരു അവസരമായി തന്നെയായിരിക്കും കോൺഗ്രസ് അതിനെ കാണുക. ശരി, പ്രസാദ് പറഞ്ഞ പോലെ പുതുതലമുറ വരട്ടെ എന്ന് പറഞ്ഞ് വഴിമാറുകയാണ് കെ കൃഷ്ണൻകുട്ടി. അഡ്വക്കേറ്റ് മുരുകദാസാണ് അവിടുത്തെ യുവമുഖമാണ്. അപ്പോഴും ഈ പറയുന്നത് പോലെ നെല്ലുസംഭരണം പോലുള്ള കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ്. ശ്രീ പ്രശാന്ത്, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ
പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതും അപ്പോഴും നമ്മൾക്ക് വികസന നേട്ടങ്ങളൊക്കെ ഉണ്ട്. കെ കൃഷ്ണൻകുട്ടിയുടെ പ്രവർത്തനത്തോട് മതിപ്പ് തന്നെയാണ് അവിടെ ഉള്ളവർക്ക്. എന്തെങ്കിലും മാറ്റങ്ങൾ ഈ മണ്ഡലത്തിൽ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത് LDF നിലനിർത്തുമോ ഈ മണ്ഡലം? എക്കാലത്തും ചിറ്റൂർ മണ്ഡലം എന്നുള്ളത് ജലരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന കാർഷിക മേഖലയായതുകൊണ്ട് ദൗർലഭ്യവും പിന്നീടുള്ള പലതും പ്രധാന ഘടകമായിട്ട് വരാറുണ്ട്. അത് നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാറുമുണ്ട്. സ്വാഭാവികമായിട്ട് കെ അച്യുതൻ MLA ആയിരുന്ന കാലത്ത് RBC കനാലുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു തർക്കം കാരണമാണ് RBC എന്നുള്ള രാഷ്ട്രീയ മുന്നണി വരെ അവിടെ രൂപവൽക്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം കെ കൃഷ്ണൻകുട്ടിക്ക് ആ ഒരു മേഖലയിൽ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയമാണ്. അവർ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് കൃഷ്ണൻകുട്ടി ഇല്ലാത്ത ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് എത്രമാത്രം ഫലം കാണും എന്നുള്ളതിൽ എനിക്കൊരു ആശങ്കയുണ്ട്. സ്വാഭാവികമായിട്ട് കൃഷ്ണൻകുട്ടി എന്നുള്ളൊരു ഘടകം തന്നെയാണ് ഒരു അവിടെ ഇടത് മുന്നണിയുടെ വിജയത്തിന് പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുള്ളത്. ജനതാദൾ മുരുകദാസ് എന്ന് പറയുമ്പോൾ ഇന്നും കൃഷ്ണൻകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ പല വിഷയങ്ങളിലും അവിടുത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് ആൾക്ക് ജനങ്ങളുമായി പരിചയമുണ്ട്. പക്ഷേ കൃഷ്ണൻകുട്ടിയുടെ ഒരു ജനങ്ങളുമായിട്ടുള്ള ഇടപെടലും അല്ലെങ്കിൽ ആളെങ്ങനെയാണ് ആളുടെ രാഷ്ട്രീയം മുന്നോട്ട് നയിച്ചത് അതിനൊപ്പം വരുമോ എന്നുള്ള ആശങ്കയുണ്ട്. കൊഴിഞ്ഞാമ്പാറ അതുപോലെ തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ള ചില ഗതിവിഗതികൾ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും UDF അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതിയിലൊക്കെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചു, നമ്മുടെ നഗരസഭ തിരിച്ചു പിടിച്ചു. അതോടൊപ്പം തന്നെ ഈ CPM വിമതരുടെ ഒരു സാന്നിധ്യം സ്വാഭാവികമായിട്ട് അതൊരു ഘടകമാണ്. അത് തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടൊരു പ്രതിഫലിച്ചില്ലെങ്കിലും CPM വിമതർക്ക് സ്വാധീനം ഉള്ള പല മേഖലകളും ഉണ്ട്. അത് UDFന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട്. പിന്നെ സുമേഷ് അച്യുതൻ എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുമായിട്ട് നന്നായിട്ട് ഇടപഴകുന്ന അല്ലെങ്കിൽ അവിടുത്തെ നഗരസഭ ചെയർമാൻ എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ ഒരു വ്യക്തിപ്രഭാവം ഇതിന് പ്രധാന ഘടകമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിറ്റൂർ മണ്ഡലം ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്തൊരു വിഷയം തന്നെയാണ്. ശരി, ഇനി നമ്മൾക്ക് നേരെ ആലത്തൂരിലേക്ക് പോകാം. ആലത്തൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം എന്നും ഒരു കടും ചുവപ്പ് നിറമാണ്. ഒരിക്കൽ മാത്രമാണ് അവിടെ കൈപ്പത്തി പതിഞ്ഞിരിക്കുന്നത്. CPIMന്റെ KD പ്രസേനനാണ് നിലവിലെ MLA. മണ്ഡലത്തിലുള്ള മികച്ച സംഘടനാശേഷിയാണ് CPIMന്റെ കരുത്ത്. എങ്കിലും കോൺഗ്രസിന് പരമ്പരാഗത വോട്ടുകളും ആലത്തൂരുണ്ട്. ആലത്തൂരിൻ്റെ ഒരു ചിത്രം, ആലത്തൂർ അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എന്ന് പരിശോധിക്കുമ്പോൾ KD പ്രസേനൻ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ KD പ്രസേനനാണ് LDFനായി അവിടെ മത്സരിച്ചിരിക്കുന്നത്. CPIM കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം അവിടെ 74,653 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. 55.15% വോട്ടുകൾ. മറ്റൊന്ന് ഇന്റർനാഷണൽ കോൺഗ്രസിനായി പാളയം പ്രദീപാണ് മത്സരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ 40,535 വോട്ടുകളാണ് നേടുവാൻ കഴിഞ്ഞത്. 29.94%. മറ്റൊന്ന് BJPയുടെ യുവമുഖമായ പ്രശാന്ത് ശിവനാണ് അവിടെ മത്സരിച്ചിരുന്നത്. ആലത്തൂരിൽ കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹത്തിന് 18,349 വോട്ടുകൾ അവിടെ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കേണ്ടത് 34,118 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് KD പ്രസേനൻ അവിടെ വിജയിച്ച് കയറുന്ന ചിത്രമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. ഇനി നമ്മൾ ആലത്തൂർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണല്ലോ ഇത് വരിക സ്വാഭാവികമായും. അപ്പോൾ K രാധാകൃഷ്ണൻ ആണ് മത്സരിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് തന്നെയാണ് അവിടെ എഡ്ജ് ഉണ്ടായിരുന്നത്. 55,692 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നിന്ന് നേടിയത്. രമ്യ ഹരിദാസ് 46,894 വോട്ടുകൾ നേടി. TN സരസു അവർ 22,612 വോട്ടുകൾ അവിടെ നിന്ന് നേടിയിട്ടുണ്ട്. ഇതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ 7 പഞ്ചായത്തുകൾ LDFനൊപ്പം നിൽക്കുന്നു. അതിൽ തന്നെ ഏതൊക്കെയാണ് ആ പഞ്ചായത്തുകൾ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ LDFനൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകൾ ആലത്തൂർ, എരുമയൂർ, കിഴക്കഞ്ചേരി, കുഴൽമന്ദം, മേലാർക്കോട്, തേങ്കുറിശി,
വണ്ടാഴി ഇവയൊക്കെ തന്നെ 7 പഞ്ചായത്തുകളും പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ എല്ലാം LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ. അപ്പോൾ ഇതിൻ്റെ മണ്ഡലത്തിൻ്റെ വിശകലനത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും പ്രസാദ്, CPM-ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് ആലത്തൂർ. അപ്പോൾ തന്നെ KD പ്രസാദിനെ പോലുള്ള ജനകീയ മുഖമുള്ള ആൾക്ക് CPIM ഇളവ് നൽകുമോ എന്നുള്ളതാണ്. അദ്ദേഹം 2 ടേം പൂർത്തിയാക്കിയിരുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ? മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റത്തിനുള്ള സാധ്യതകൾ കാണാനാകുമോ? അങ്ങനെ ഒരു ചിത്രം ഉണ്ടാകുമോ അവിടെ? ഷാമിലി, ആലത്തൂർ മണ്ഡലത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് അവിടെ പണ്ട് EMS മത്സരിച്ചിരുന്ന EMS ഏറ്റവും അവസാനമായി മത്സരിച്ചത് ആലത്തൂർ മണ്ഡലത്തിലാണ്. അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല. അന്ന് EMS-നെ വിറപ്പിച്ച ഒരു മത്സരം നടന്നതാണ്. 2000 താഴെ വോട്ടിനായിരുന്നു EMS അന്ന് വിജയിച്ചത്. ആ വിജയിച്ചതിന് ശേഷം EMS പറഞ്ഞത് അന്ന് അദ്ദേഹത്തിനെതിരായി നിന്ന് മത്സരിച്ച VS വിജയരാഘവനെ ആണ് സാങ്കേതികമായി ഞാനാണ് ജയിച്ചതെങ്കിലും ശരിക്കും വിജയിച്ചത് VS വിജയരാഘവനാണ് എന്ന് പറയുന്ന ഒരു കഥ ആലത്തൂർ മണ്ഡലത്തിനുണ്ട്. അതിനുശേഷം ഒരു തവണ മാത്രമാണ് ഈ 57 മുതൽ ഒരു തവണ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വിജയിച്ച ഒരു മണ്ഡലമാണ്. അത് ഒരു തവണ വിജയിച്ചത് 1991 AV ഗോപിനാഥ് മാത്രമാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിട്ടുള്ളൂ. അപ്പം EMS-നെ വിറപ്പിച്ച ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. പക്ഷേ ഒരു തവണ മാത്രമേ ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെ നോക്കിയാലും അത് അവിടെ കോൺഗ്രസിന് നിലവിലെ സാഹചര്യത്തിൽ ഒരു വിജയസാധ്യത ഞാൻ കാണുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ ഈ കണക്കുകൾ ഇപ്പോൾ ഷാമിലി കൃത്യമായി പറയുന്നുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പറയുന്നു, അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും അവിടെ LDF-ന് അല്ലെങ്കിൽ UDF-ന് ഒരു മേൽക്കൈ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ മുഴുവൻ പഞ്ചായത്തുകളും കേരളത്തിലൊട്ടാകെ UDF-ന് ഒരു വലിയ തരംഗമുണ്ടായിരുന്ന സമയത്ത് പോലും അവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകളും LDF-ലേക്ക് വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ UDF-ൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുഴൽമന്ദം പഞ്ചായത്ത് ഉൾപ്പെടെ അത് LDF-ലേക്ക് വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും അവിടെ ഇല്ല. അതുകൊണ്ട് KD പ്രസാദ് ആയിരിക്കില്ല ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി. അവിടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള TM ശശിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും ഏറെക്കുറെ സ്ഥാനാർത്ഥിയായി വരാനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ മത്സരിച്ച പാളയം പ്രദീപ്, അതോടൊപ്പം തന്നെ നെന്മാറയിൽ കൂടി പരിഗണിക്കുന്ന KC പ്രീത്, ഫെബിൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരു ശക്തമായ മത്സരം അവിടെ കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടെങ്കിൽ പോലും കേരളത്തിൽ വിജയം ഉറപ്പായ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഒന്നായി ആലത്തൂർ മണ്ഡലത്തിനെ നമുക്ക് വിലയിരുത്താം. നമ്മളിത് പറയുമ്പം ഒരു എതിർ നിൽക്കുന്ന UDF-നെ ഒന്നും നമ്മളതിനെ വില കുറച്ച് കാണുന്നതല്ല. ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ശ്യാമിലി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചുവന്ന ഒരു മണ്ഡലമാണ്. ശരി, ഞാൻ പ്രശാന്തിനോടും കൂടെ ചോദിക്കുകയാണ്, മറിച്ചൊരു റിസൾട്ട് നമ്മൾ ആലത്തൂരിൽ ഉണ്ടാകുമെന്ന് കരുതണോ? ഇല്ല, നയനാർ ഒരിക്കൽ പറഞ്ഞ പോലെ സ്ട്രോങ് റെഡ് ഏരിയ തന്നെയാണ് അന്നും ഇന്നും ഇപ്പോഴും ഇതുവരെ സ്ട്രോങ് റെഡ് ഏരിയ ആയിട്ട് തുടരുന്ന മണ്ഡലം തന്നെയാണ് ആലത്തൂർ എന്നുള്ളത്. 7 തദ്ദേശ സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ട് LDF-ന് ഒപ്പം ആയിരുന്നു എന്ന് നമുക്കറിയാം. പ്രസേനൻ 36,060 വോട്ടിനാണ് ജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 18,227 വോട്ടുകളുടെ ഭൂരിപക്ഷം കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക. പക്ഷേ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മംഗലം ഡാം പോലെയുള്ള കുറച്ച് തോട്ടമേഖലകളിലൊക്കെ കാര്യമായിട്ട് സ്വാധീനം വർദ്ധിപ്പിക്കാൻ UDF-നായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള TM ശശി തന്നെയാണ് സ്ഥാനാർത്ഥിനെ ഏറെക്കുറെ CPM ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ KM ഫെബിൻ പോലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള DCC സെക്രട്ടറി ആയിട്ടുള്ള KM ഫെബിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരുടെയും ഇതുവരെ തീരുമാനമായിട്ടില്ല. നെല്ല് സംഭരണം പോലുള്ള ചില കാർഷിക വിഷയങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രധാന വിഷയമാവുക. നെല്ല് സംഭരണത്തിലെ സർക്കാരിൻ്റെ പരാജയമൊക്കെ തിരിച്ചടി ആയേക്കാം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ബാധിക്കണമെന്നില്ല. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് പക്ക അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം. നേരെ ഇനി കോങ്ങാട് മണ്ഡലത്തിലേക്കാണ്. 2008 പുനഃക്രമീകരണത്തിലാണ് കോങ്ങാട് മണ്ഡലം നിലവിൽ വന്നത്. CPM-ന്റെ ഉരുക്കുകോട്ടയെന്ന് തന്നെ സംവരണ മണ്ഡലമായ കോങ്ങാടിനെ പറയാം. UDF-ലാകട്ടെ മണ്ഡലം വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തിയാൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയാണ്. ഇനി നമ്മൾ കോങ്ങാട് അസംബ്ലി മണ്ഡലം 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സംവരണ മണ്ഡലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. K ശാന്തകുമാരി LDF-ന്റെ CPM കാൻഡിഡേറ്റ് ആയിരുന്നു.
ഇവിടെ 67,881 വോട്ടുകൾ നേടി വിജയിച്ചു കയറുന്ന ചിത്രമാണുള്ളത്. 49.01% വോട്ടുകൾ ഇവിടെ നിന്ന് നേടിയിട്ടുണ്ട്. മറ്റൊന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു UC രാമൻ. അദ്ദേഹം 40,662 വോട്ടുകളാണ് ഇവിടെ നിന്ന് നേടിയിരിക്കുന്നത്. മറ്റൊന്ന് BJPക്കായി മത്സരിച്ചിരിക്കുന്നത് M സുരേഷ് ബാബു ആണ്. അദ്ദേഹത്തിനും 27,661 വോട്ടുകൾ ഇവിടെ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. K ശാന്തകുമാരിയുടെ ഭൂരിപക്ഷം എന്നത് 27,219 വോട്ടായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. K ശാന്തകുമാരിയുടെ ഭൂരിപക്ഷം ഇതാണ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറ്റവും ഇപ്പോൾ ഇക്കഴിഞ്ഞത്. മറ്റൊന്ന് നമ്മൾ നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് കോങ്ങാട് വരുന്നത്. VK ശ്രീകണ്ഠനായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 52,851 വോട്ടുകൾ സമാഹരിക്കാനായിട്ടുണ്ട്. A വിജയരാഘവൻ CPIM സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 46,293 വോട്ടുകൾ. C കൃഷ്ണകുമാറാണ് BJPക്കായി മത്സരിച്ചത്. അദ്ദേഹത്തിന് 34,606 വോട്ടുകളും ഇവിടെ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ 4 പഞ്ചായത്തുകൾ UDFിനൊപ്പം നിൽക്കുമ്പോൾ LDFിനൊപ്പം 5 പഞ്ചായത്തുകൾ നിന്നിട്ടുണ്ട്. ഒരു കടുത്ത പോരാട്ടം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി കോങ്ങാട്ടെ 2025 ഏതൊക്കെ പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരളശ്ശേരി LDFിനൊപ്പം, കോങ്ങാട് LDFിനൊപ്പം, മങ്കര LDFിനൊപ്പം നിൽക്കുന്നു. മണ്ണൂറും പറളിയും LDFിനൊപ്പം നിന്നു. UDFിനൊപ്പം നിന്നത് കാഞ്ഞിരപ്പുഴ, കരിമ്പ, കാരാക്കുറിശി, തച്ചമ്പാറ. 4 പഞ്ചായത്തുകൾ UDFിനൊപ്പവും 5 പഞ്ചായത്തുകൾ LDFിനൊപ്പവും നിന്നു. ഇതാണ് അവിടുത്തെ ഒരു തദ്ദേശ ചിത്രം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കാം, എന്തൊക്കെയാണ് സാധ്യതകളെന്ന് പരിശോധിക്കുമ്പോൾ പ്രസാദിലേക്ക് ആദ്യം പോയി കഴിഞ്ഞാൽ, പ്രസാദ്, കോങ്ങാട് ഉരുക്കുകോട്ടയെന്ന് പറയുമ്പോൾ തന്നെയും അടുത്തിട്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകൾ 4 UDFിനും 5 LDFിനും ഒക്കെയാണ്. നിയമസഭയിലേക്ക് നമ്മളിത് ആധാരമാക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും കൈ ഉയർത്താനാകുമോ കോങ്ങാട് എന്നതാണ് എൻ്റെ ചോദ്യം. ശ്യാമലി, ഇത്തവണ കോങ്ങാട് മണ്ഡലത്തിലെ ഒരു പ്രത്യേക, കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് ആയിരുന്നു അത് മത്സരിച്ചിരുന്നത്. ഇത്തവണ അത് കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസിൻ്റെ KA തുളസി ആയിരിക്കും മിക്കവാറും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കോൺഗ്രസ് മത്സരിക്കുന്നതോടുകൂടി തന്നെ അത് ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി കോങ്ങാട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് മറ്റു ചില ഘടകങ്ങളുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാകാൻ സാഹചര്യമുള്ള 2-3 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ PK ശശി ഫാക്ടർ. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്ത മണ്ഡലങ്ങളിൽ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ PK ശശി എങ്ങനെ സ്വാധീനിക്കും എന്നൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ PK ശശി ഫാക്ടർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ വരാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ കോങ്ങാട്. അതിനകത്ത് തച്ചമ്പാറ, കാരാക്കുറിശി, കരിമ്പ, കാഞ്ഞിരപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ ഈ PK ശശിയുടെ അനുഭാവികൾ കുറച്ചുള്ള ഒരു പ്രദേശമാണ്. അത് എങ്ങനെയാണ് ഈ UDFിന് അനുകൂലമായി മാറുക എന്നുള്ളതാണ് അതിനകത്ത് കാണുന്ന ഒരു സസ്പെൻസ് ആയിട്ടുള്ള എലമെൻ്റായി വരുന്നത്. ഇപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു 6000-ലധികം വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് നിലവിൽ LDFിനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ VK ശ്രീകണ്ഠൻ അവിടെ ലീഡ് ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് ഈ കോങ്ങാട് മണ്ഡലം എന്ന് പറയുന്നത്. അപ്പം BJPക്ക് വോട്ട് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അതുകൊണ്ട് ഇത്തവണ ശക്തമായ ഒരു മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന ആൾക്ക് മേൽക്കൈ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ LDFിന് തന്നെയാണ് അവിടെ കുറച്ച് സ്വാധീനം വരേണ്ടത്. പക്ഷേ ഇത്തരം ഘടകങ്ങൾ PK ശശി ഫാക്ടർ എങ്ങനെയായിരിക്കും അവിടെ വർക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ലീഗ് മാറി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരു കോൺഗ്രസ് അനുഭവമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെ ഗുണകരമായി മാറും? അപ്പോൾ ലീഗ് അത് വിട്ടുകൊടുക്കാനുള്ള കാരണം തന്നെ ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ചത് അവർക്ക് വേണ്ടത്ര ഒരു തരത്തിലും അത് ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല 29% വോട്ട് 29.36% വോട്ട് മാത്രമാണ് അന്ന് UDFിന് സമാഹരിക്കാൻ കഴിഞ്ഞതേ ഉള്ളൂ. PK ശ്രീകണ്ഠൻ മത്സരിച്ചപ്പോൾ അത് നേരെ ഇരട്ടിയായി, അതായത് 9% വർദ്ധിച്ചു, 38% വർദ്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അവിടെ കോൺഗ്രസിന് ഒരു കപ്പാസിറ്റി ഉണ്ട് ആ മണ്ഡലത്തിൽ എന്ന് തെളിയിക്കുന്നതാണ്. അപ്പം ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി അത് മാറും. അതുകൊണ്ട് നമുക്കവിടെ പറയാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ കൂടി അവിടെ വരുന്നതാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം അവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. UDFിന് ഈ പറയുന്നതിന് പുറമെ മലയോര മേഖലകൾ കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്, വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. അവിടെ സർക്കാരിനെതിരെ ഒട്ടേറെ പരാതികളുണ്ട്. അപ്പോൾ ആ പരാതികളൊക്കെ UDFിന് ഗുണകരമായി തീരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോഴൊരു ഇടത് ആഭിമുഖ്യം ആ മണ്ഡലത്തിനുണ്ട് എന്ന് ഒറ്റനോട്ടത്തിൽ ഈ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കങ്ങനെ വിലയിരുത്താനാവുന്നതല്ലേ പ്രസാദ്?
അത് ഞാൻ പറഞ്ഞത് കണക്കുകൾ നോക്കുമ്പം ഈ പറയുന്നത് പോലെ തന്നെയാണ്. ഇടതുപക്ഷത്തോടെ കോങ്ങാടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ കൂടുതൽ കോങ്ങാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അവിടെ LDF തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അതിന് മുമ്പുള്ള രൂപത്തിലും കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ കണക്കുകളിൽ ഇങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 3 പഞ്ചായത്തുകളിൽ തച്ചമ്പാറ, അതോടൊപ്പം തന്നെ കരിമ്പ, കാരാക്കുറിശി തുടങ്ങിയ പഞ്ചായത്തുകളിൽ കുറച്ച് വോട്ടെങ്കിലും PK ശശിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് UDF ഗുണകരമായി തീരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. പിന്നെ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഇപ്പം PK ശ്രീകണ്ഠൻ മത്സരിച്ച സമയത്ത് 38% വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ട്, അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമല്ല, നമുക്കതിനെ ആ രീതിയിൽ കാണാൻ കഴിയില്ല. അന്ന് A വിജയരാഘവനായിരുന്നു LDF സ്ഥാനാർത്ഥിയായിരുന്നത്. അപ്പം അവിടെ അതിൻ്റെ ഒരു ആനുകൂല്യമൊക്കെ അന്ന് VK ശ്രീകണ്ഠന് കിട്ടിയിരുന്നു. അത് അത്രത്തോളം വരുമെന്ന് കരുതാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർ UDF പാലക്കാട് ജില്ലയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇത്. നമ്മളിത് പറഞ്ഞതുകൊണ്ട് LDF സംബന്ധിച്ചിടത്തോളം LDF പരാജയപ്പെടും എന്നുള്ളതല്ല. പക്ഷേ UDF ഇന്ന കാര്യങ്ങൾ അവർക്കത് ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. LDF സംബന്ധിച്ചിടത്തോളം കൂടുതൽ പഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാലവും LDF പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും 6000-ലധികം വോട്ടിൻ്റെ ലീഡുണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്ക് നമുക്കൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ വോട്ടായിട്ട് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലൊരു വോട്ട് അവിടെ ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡ് ഉണ്ടായിരുന്ന, അതായത് UDF VK ശ്രീകണ്ഠൻ നല്ല ലീഡിലേക്ക് വന്ന ഒരു പഞ്ചായത്ത്, ഒരു മണ്ഡലത്തിൽ അവർക്ക് തിരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഡിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിനാണ് നല്ല ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇതിൻ്റെ കണക്കുകൾ മാറി വരുന്നത്. ശരി, ഇനി നമ്മൾക്ക് താരൂർ മണ്ഡലത്തിലേക്ക് പോകാം. മറ്റു പല മണ്ഡലങ്ങളെപ്പോലെ 2008 മണ്ഡല പുനർനിർണയത്തിലാണ് തരൂർ മണ്ഡലത്തിൻ്റെ രൂപീകരണവും ഉള്ളത്. സംവരണ മണ്ഡലമായ തരൂർ CPIM ഉറച്ച കോട്ടയെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളും. PP സുമോദാണ് നിലവിലത്തെ MLA. നമ്മൾ തരൂർ അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ ചിത്രം എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, നേരത്തെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ PP സുമോദായിരുന്നു അവിടെ CPIM കാൻഡിഡേറ്റ്. അദ്ദേഹം അവിടെ 67,744 വോട്ടുകൾ നേടിയിട്ടുണ്ട്, 51.58%. മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി അവിടെ മത്സരിച്ചത് K ഷീബ, 43,213 വോട്ടുകൾ അവിടെ UDF നേടിയിട്ടുണ്ട്. മറ്റൊന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നത് KP ജയപ്രകാശനാണ്. അദ്ദേഹം അവിടെ 18,465 വോട്ടുകൾ നേടി, 14.06% വോട്ട് അത്രയാണ് സമാഹരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 24,531 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് PP സുമോദ് തരൂർ അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയിരിക്കുന്നത്. 24 ഒരു കംഫർട്ടബിൾ ഭൂരിപക്ഷം തന്നെയാണ്, 24,534. ഇനി നമ്മൾ നേരെ ലോക്സഭ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തരൂർ വരുന്നത്. K രാധാകൃഷ്ണനായിരുന്നു അവിടെ CPIM-നായി മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് മണ്ഡലത്തിൽ എഡ്ജുള്ളത്. 52,082 വോട്ടുകളാണ് അവിടെ നിന്നും അദ്ദേഹം നേടിയത്, 41.54%. മറ്റൊന്ന് രമ്യ ഹരിദാസ് ആയിരുന്നു കോൺഗ്രസിനായി മത്സരിച്ചിരുന്നത്. അവർക്ക് അവിടെ 46,890 വോട്ടുകൾ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് TN സരസു BJPക്കായി 24,198 വോട്ടുകൾക്കാണ് അവിടെ നിന്നും നേടുവാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ നേരെ തരൂർ മണ്ഡലം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ, പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ UDF-നൊപ്പം 3 പഞ്ചായത്തുകൾ, LDF-നൊപ്പം 5 പഞ്ചായത്തുകൾ. അതിൽ തന്നെ ഏതൊക്കെ പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, കണ്ണമ്പ്ര LDF-നൊപ്പം, കാവശ്ശേരി LDF-നൊപ്പം, കോട്ടായി LDF, പെരിങ്ങോട്ടുകുറിശി LDF, തരൂരും LDF-നൊപ്പം നിൽക്കുന്നു. മറ്റ് UDF-നൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകൾ കുത്തനൂർ UDF-നൊപ്പം നിൽക്കുമ്പോൾ പുതുക്കോടും വടക്കഞ്ചേരിയും കൂടി UDF-നൊപ്പം നിൽക്കുന്നു. ഇതാണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത് ഈ തരൂരിനെ സംബന്ധിച്ച്. ഇനി വീണ്ടും പ്രസാദിലേക്ക് വരികയാണെങ്കിൽ, തരൂരിലെ ഒരു അനുകൂലമായ തദ്ദേശ ചിത്രം ഇടതിൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. മന്ത്രി AK ബാലൻ്റെ ഭാര്യ PK ജമീല മത്സരിക്കുമെന്ന വാർത്തയെ തുടർന്നുണ്ടായ ചില അസ്വാരസ്യങ്ങളൊക്കെ തുടക്കത്തിൽ LDF-ൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ പക്ഷേ PP സുമോദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതോടെ അത്തരം ഭിന്നാഭിപ്രായങ്ങൾ അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഷീബയിലൂടെ ഭരണം തിരിച്ചുപിടിക്കാമെന്നാണ് UDF-ൻ്റെ പ്രതീക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസാദ് എങ്ങനെയാണ് ഇതിനെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്? ഷംലി, തരൂർ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ആലത്തൂർ മണ്ഡലം പറയുന്നത് പോലെ തന്നെയാണ്. തരൂര് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണ്. കാരണം അത് ഒരിക്കലും അവിടെ പരാജയപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. അതിന് ആ ആത്മവിശ്വാസത്തിന് പരമായ ഈ പഞ്ചായത്തുകളുടെ ഒരു സ്ഥിതി അങ്ങനെയാണ്. ഇപ്പം കണ്ണമ്പ്ര പഞ്ചായത്തിൽ LDF ആണ് ഭരിക്കുന്നത്. അവിടെ ഒരു പ്രതിപക്ഷ അംഗം പോലും ഇല്ല, 18 അംഗങ്ങളും LDF-ൻ്റെ പ്രതിനിധികളാണ് ഉള്ളത്. അങ്ങനെ വളരെ ശക്തമായ കുറേ പഞ്ചായത്തുകൾ LDF-നെ സംബന്ധിച്ചിടത്തോളം അവരെ ഒപ്പമുണ്ട്
എന്നുള്ളതാണ്. അതിനൊരു വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിന് കഴിയില്ല. ഇപ്പോൾ പെരിങ്ങോട്ടുകുറിച്ചി പഞ്ചായത്ത് സാധാരണ കോൺഗ്രസിന് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. പക്ഷേ എ വി ഗോപിനാഥ് LDFിൻ്റെ ഭാഗമായി നിൽക്കുന്നതോടുകൂടി തന്നെ അവിടെ കോൺഗ്രസ് LDFിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ വെല്ലുവിളി ഉയർത്താനൊന്നും തന്നെ അവിടെ UDFിന് കഴിയില്ല. പക്ഷേ ഒരു വലിയ തരംഗമുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആ പഞ്ചായത്തുകളുടെ സ്ഥിതി വെച്ചും അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത്ര ഒരു കണക്കൂട്ടലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഒരു വലിയ തരംഗമുണ്ടായാൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഏത് രീതിയിൽ അതിനെ ഇതാക്കുന്നത്. കർഷകരൊക്കെ ഏറെയുള്ള ഒരു മണ്ഡലമാണ്. അവരുടെ നെല്ല് സംഭരണമാണെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ അവിടെ നേരിടുന്നുണ്ടെങ്കിൽ പോലും LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആലത്തൂർ മണ്ഡലം പോലെ തന്നെ പാലക്കാട് ജില്ലയിൽ അവർക്ക് ഉറപ്പ് എന്ന് പറയാവുന്ന ഒരു മണ്ഡലം തരൂർ മണ്ഡലം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ KA ഷീബ മത്സരിച്ചു, സുമോദ് മത്സരിച്ച സമയത്തും വലിയ പോരാട്ടമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാമിലി തുടക്കത്തിൽ പറഞ്ഞില്ലേ, അവിടെ മന്ത്രി AK ബാലൻ്റെ ജീവിത പങ്കാളി അവിടെ മത്സരിക്കുന്നു എന്ന് വരുന്നതും അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും UDFിന് ഗുണകരമായില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം ശക്തമായി നിൽക്കുന്ന LDFിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആത്മവിശ്വാസം കിട്ടുന്ന ഒരു മണ്ഡലം തന്നെയാണ് തരൂര്. അതിലെ നിലവിലെ സാഹചര്യത്തിൽ അതിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ UDF തരംഗമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. സാധാരണ രീതിയിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മണ്ഡലമാണ് നമുക്ക് തരൂര് അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ പ്രസാദ്, നമ്മൾ പാലക്കാട് അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. പാലക്കാടിലെ എല്ലാ മണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. പ്രസാദ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ഇത്തവണ BJP വളരെ പ്രതീക്ഷയോടെ കാണുകയാണ് ജില്ലയെ? ഒരു 2 സീറ്റ് എന്തായാലും ജില്ലയിൽ നിന്ന് വരുമെന്നും മറ്റൊരു സീറ്റിൽ നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, ജില്ല കൂടിയാണ് ഇത്തവണ പാലക്കാട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കൊപ്പം മണ്ഡലം ഈ പാലക്കാട് ജില്ല നിൽക്കും? ഏതൊക്കെ സീറ്റുകൾ LDFിന് നിലനിർത്താൻ പറ്റും? ഏതൊക്കെ സീറ്റുകളിൽ UDFിന് തിരിച്ചു വരാനാകും എന്നൊക്കെയാണ് പ്രസാദ് കരുതുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 2 സീറ്റുകളാണുള്ളത്. മണ്ണാർക്കാടും പാലക്കാടുമാണുള്ളത്. ഈ മണ്ണാർക്കാടും പാലക്കാടും UDF നിലനിർത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് നമുക്ക് അതായത് ശക്തമായ മത്സരം നടത്തുക, തിരിച്ചു വരാൻ സാധ്യത ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ UDF പ്രതീക്ഷിക്കുന്ന ഒന്ന് പട്ടാമ്പി ആയിരിക്കും, മറ്റൊന്ന് തൃത്താലയായിരിക്കും, ചിറ്റൂർ. ഈ 3 മണ്ഡലങ്ങളിൽ UDF വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പട്ടാമ്പിയിലേക്ക് ലീഗിന് ആ സീറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളൊരു മത്സരം നടത്താം. പക്ഷേ മുഹമ്മദ് മുഹസിനാണ് മിക്കവാറും അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായി വരിക. അങ്ങനെയാണെങ്കിൽ അതിശക്തമായ മത്സരമായിരിക്കും പട്ടാമ്പിയിൽ ഉണ്ടാകുക. പക്ഷേ കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പട്ടാമ്പി ആയി മാറാം. മറ്റൊന്ന് തൃത്താലയാണ്. നേരത്തെ പറഞ്ഞതുപോലെ VT ബൽറാം വീണ്ടും MP രാജേഷും VT ബൽറാമും തമ്മിൽ മത്സരിക്കുന്നു. അവർക്ക് 2 കൂട്ടർക്കും ആത്മവിശ്വാസത്തിനുള്ള ഒരേ ഘടകങ്ങളുണ്ട്. ചിറ്റൂരിൽ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രി K കൃഷ്ണൻകുട്ടി അല്ല മത്സരിക്കുന്നത്, മുരുകദാസാണ്. അപ്പോൾ മുരുകദാസും സുമേഷ് അച്യുതനും തമ്മിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 2 യുവാക്കൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോരാട്ടം. അപ്പം ഈ 3 മണ്ഡലങ്ങളിൽ കൂടി ഒരുപക്ഷെ UDFിന് ഒരു വിജയസാധ്യത കാണാം. പക്ഷേ വിജയസാധ്യത എന്ന് പറയാൻ പറ്റില്ല, ഒരു പോരാട്ടം, അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറും. LDFിനെ സംബന്ധിച്ചിടത്തോളം 100% ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അതെന്ന് പറയുന്നത് മലമ്പുഴ, ആലത്തൂർ, തരൂർ, അതോടൊപ്പം തന്നെ നെന്മാറ. ഇത്തരം മണ്ഡലങ്ങളിൽ അവർക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടാകുന്ന ഒരു മണ്ഡലമായി മാറും. ശരി, എന്തായാലും അടുത്ത ആഴ്ച നമ്മൾ മലപ്പുറത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ വിശകലനവുമായിട്ടാണ് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.